ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ KSRTC നവീകരണത്തിന് കാലതാമസമുണ്ടാകുമെന്ന് സൂചിപ്പിച്ച് ഗതാഗത മന്ത്രി CP ജോൺ. വടക്കാഞ്ചേരിയിലെ MVD പോലീസ് പോരിന് കാരണം അമിതാവേശമാണെന്നും പോലീസിന് പിഴ ചുമത്തിയ PV ബിജുവിനെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും മന്ത്രി. തൃശൂർ DO ഓഫീസിലേക്ക് ASF നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് നടത്തിയത് അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടു. തൃശൂർ MG റോഡ് വികസനത്തിനുള്ള സർവേ ആരംഭിച്ചു. ആദ്യഘട്ട വികസനം പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് പാറയിൽ ജംഗ്ഷൻ വരെ. ആദ്യഘട്ടത്തിനായി 2 കോടി രൂപ ചെലവഴിക്കുമെന്ന് മേയർ. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കവർച്ച. 2 ലക്ഷം രൂപയിൽ കൂടുതൽ വില വരുന്ന സാധനങ്ങൾ മോഷ്ടിച്ചു. പ്രധാന ശ്രീകോവിൽ കുത്തിത്തുറക്കാനും ശ്രമം. പാലപ്പള്ളി ജനവാസ മേഖലയിൽ ഭീതി പരത്തി കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി. ശാന്ത സ്വഭാവമുള്ള ഏഴാറ്റുമുഖം ഗണപതി പാലപ്പള്ളിയിലെത്തിയപ്പോൾ അക്രമ പ്രവണത കാണിക്കുന്നതായി നാട്ടുകാർ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ ഭരണകക്ഷിയായ LDF-ന് തലവേദനയായി മാറുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ BJPക്ക് ലഭിച്ചതിൽ LDF-ൽ ആശയക്കുഴപ്പം. വാർത്തകൾ വിശദമായി. ഗതാഗത നയം രൂപീകരിക്കുക എന്നത് പ്രധാന ലക്ഷ്യമാണെന്നും പ്രീ ലൈസൻസ് ട്രെയിനിംഗ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കുന്നത് ആലോചനയിലാണെന്നും വകുപ്പ് മന്ത്രി CP ജോൺ. പണം കൊടുത്ത് സ്ഥലം മാറ്റം വാങ്ങുന്നതടക്കമുള്ള യാതൊരുവിധ അഴിമതിയും വകുപ്പിൽ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. തൃശൂർ പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് സുരക്ഷയുടെ ഭാഗമായി ഗതാഗത സാക്ഷരതാ യജ്ഞം ആരംഭിക്കും. കൂടാതെ നയത്തിന്റെ ഭാഗമായി 10+2 വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട മാറ്റം കൊണ്ടുവരും. ഗതാഗത നയം, ഒരു ട്രാൻസ്പോർട്ട് പോളിസി ഉണ്ടാക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്. വളരെ നീണ്ടുപോവാതെ ഒരു ഗതാഗത നയം, നമുക്ക് വ്യവസായ നയം പോലെ ഒരു ഗതാഗത നയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യമായിട്ടുള്ളത്. വളരെ ഡെമോക്രാറ്റിക് ആയിട്ട് നമ്മുടെ റോഡ് സ്പേസ് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ പൊതുബോധത്തിന്റെ ഭാഗമാവേണ്ട ഒരു കാര്യമാണ്. നിയമങ്ങൾ കൊണ്ടും ശിക്ഷാ നടപടികൾ കൊണ്ടും പിഴകൾ കൊണ്ടും കടുത്ത പിഴകൾ കൊണ്ടുമൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്ന് ഗവൺമെൻറ് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ തരത്തിലൊരു നയമാണ് നമ്മൾ ഒരു യജ്ഞം ആരംഭിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു +2 പരീക്ഷ കഴിയുമ്പോൾ ലൈസൻസ് കിട്ടുന്ന തരത്തിൽ കുട്ടികൾക്ക് തന്നെ ഈ വാഹനത്തെക്കുറിച്ചും വാഹന നിയമങ്ങളെക്കുറിച്ചും 10-11 ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഒരു കരിക്കുലം തയ്യാറാക്കിക്കൊണ്ട് പ്രീ ലൈസൻസ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം കൂടിയായി മാറിയ പ്രിയദർശിനി പദ്ധതി വകുപ്പിന് ലഭിച്ച പൊൻതൂവലാണ്. അതിന്റെ ഫുൾ ക്രെഡിറ്റും രാഹുൽ ഗാന്ധിക്കാണ്. എന്നാൽ പദ്ധതി കൂടുതൽ ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യം നിലവിൽ ആലോചിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം സ്വകാര്യ ബസ് മേഖലയുടെ പ്രശ്നങ്ങൾക്ക് അവർ പ്രതീക്ഷിക്കുന്നതിലും മികച്ച പരിഹാരം കാണുമെന്നും അതിന് കുറഞ്ഞത് 3 മാസമെങ്കിലും എടുക്കുമെന്നും അറിയിച്ചു. അഖിലേന്ത്യാ തലത്തിൽ പ്രശസ്തമായിരിക്കുന്ന പ്രിയദർശിനി പദ്ധതി തീർച്ചയായിട്ടും നമ്മുടെ ഈ വകുപ്പിന്റെ തൊപ്പിയിലെ ഒരു തൂവലാണ്. തൊഴിലിടത്തേക്കുള്ള സ്ത്രീയുടെ യാത്ര അത് വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നുവെന്ന് കണ്ടെത്തിയതാണ് രാഹുൽ ഗാന്ധിയുടെ. ബജറ്റ് ടൂറിസവും ഗ്രാമവണ്ടിയും കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന മികച്ചവയാണ്. അവയ്ക്ക് കൂടുതൽ വാഹനങ്ങൾ വേണം. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടതല്ലാതെ പണിയാൻ കഴിയാത്തത് ഗൗരവമായി കാണുന്നു. വിഷയത്തിൽ MLAയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയും ഉന്നതതല സമിതിയും വിലയിരുത്തി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തീരുമാനം. തേക്കിൻകാട് മൈതാനത്ത് രാഷ്ട്രീയ പരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തിയ കോടതി വിധിയിൽ തേക്കിൻകാട് പൊതു ഇടമായി നിലനിർത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. DYFIയുടെ ആശുപത്രികളിലെ പൊതിച്ചോറ് വിതരണം നല്ലതാണെന്നും പക്ഷേ രാഷ്ട്രീയവൽക്കരിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. TCV തൃശൂർ. വടക്കാഞ്ചേരിയിലെ MVD പോലീസ് പോരിന് കാരണം അമിതാവേശമാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. പോലീസിന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായ PV ബിജു പിഴ ചുമത്തിയ വിഷയം അറിഞ്ഞെന്നും നടപടിയെടുത്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. എന്നാൽ നടപടി എന്താണെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായില്ല.
ആവർത്തിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അത് വിട്ടേക്ക് എന്നായിരുന്നു മറുപടി. നടപടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, അത് ഓവർഡൂ ചെയ്തു. അത് ഓവർ എന്നുള്ള കൃത്യമായ വാക്ക് ഞാൻ പറഞ്ഞു. അധികമായിട്ട് ഇനി ഒന്നും പറയാൻ പോണില്ല. ഇനി ഒന്നും ഞാൻ അതിനെ കുറിച്ച് പറയില്ല. ഇല്ല. ASF തൃശൂർ DO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പാലസ് റോഡിൽ DO ഓഫീസിന് സമീപം ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ നടത്തിയ ശ്രമം നടത്തി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധ യോഗം ASF ദേശീയ സെക്രട്ടറി P. കബീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഭിറാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടോക്കാരൻ, അർജുൻ മുരളീധരൻ, പ്രസാദ് പാറേരി, T. പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ പാലസ് റോഡിൽ 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. സഖാവ് T. പ്രദീപ് കുമാർ, AISF. തൃശൂർ MG റോഡ് വികസനത്തിനുള്ള സർവേ ആരംഭിച്ചു. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് പാറയിൽ ജംഗ്ഷൻ വരെയാണ് ആദ്യഘട്ടമായി വികസിപ്പിക്കുക. 25 മീറ്റർ വീതിയിൽ 300 മീറ്റർ ദൂരമാണ് സർവേ നടപടികൾ ആരംഭിച്ചത്. ഇതിനായി 2 കോടി രൂപ ചെലവഴിക്കുമെന്ന് മേയർ പറഞ്ഞു. MG റോഡ് വികസനം എന്ന ഏറെക്കാലത്തെ സ്വപ്നങ്ങൾ ഉവണിയാനുള്ള ഒരു ആദ്യ ശ്രമമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ എടുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള കട ഉടമകൾക്കും സ്ഥാപനങ്ങൾക്കും ഞങ്ങൾ നോട്ടീസ് കൊടുത്തു. ഇന്ന് സർവേ ആരംഭിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന 2 ഘട്ടമായിട്ട് MG റോഡിൻ്റെ വികസനമാണ്, വൈഡനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഘട്ടം പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് പാറയിൽ ജംഗ്ഷൻ വരെയും, രണ്ടാമത്തെ ഘട്ടം പാറയിൽ ജംഗ്ഷൻ മുതൽ സ്വരാജ് റൗണ്ട് വരെയും. ഏകദേശം 1 കിലോമീറ്റർ നീളമാണ് പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് സ്വരാജ് റോഡ് വരെയുള്ള MG റോഡിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇത് 2021 DTP സ്കീം, ഡീറ്റെയിൽ ടൗൺ പ്ലാനിംഗ് സ്കീം വഴി അന്ന് MG റോഡിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ മുതൽ സ്വരാജ് റൗണ്ട് വരെ അവിടെ നിന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കാണണം എന്നുള്ളൊരു അലൈൻമെൻറ്റാണ് മുമ്പ് വെച്ചിരുന്നത്. പിന്നെ 2024 ആയപ്പോഴേക്കും അമൃത് മാസ്റ്റർ പ്ലാൻ വന്നു. DTP സ്കീം ഒഴിവായി. അമൃത് മാസ്റ്റർ പ്ലാൻ പ്രകാരം സെൻട്രൽ ലൈനാണ് ഇപ്പോഴത്തെ MG റോഡിൻ്റെ അലൈൻമെൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നത് ഇവിടെ നിന്ന്, അതായത് പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് പാറയിൽ ജംഗ്ഷൻ വരെയുള്ള 300 മീറ്റർ നീളം വരുന്ന റോഡിന് 25 മീറ്റർ വീതിയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം MG റോഡിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ ഏകദേശം 152 സെൻറ്റ് നമുക്ക് എക്വിസിഷൻ വേണ്ടിവരും, ലാൻഡ് എടുക്കേണ്ടി വരും. അതിന് നമ്മൾ പണം കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ ഏകദേശം 150 കോടി ചിലവ് വരും. 120 കോടി ഭൂമി ഏറ്റെടുക്കുന്നതിനും ഭൂമിക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും. 30 കോടി കെട്ടിടം പൊളിക്കുന്നതിൻ്റെ നഷ്ടപരിഹാരം എന്ന നിലയിൽ ഏകദേശം 150 കോടി. അതുമാത്രമല്ല കോട്ടപ്പുറം പാലത്തിന് അതിൻ്റെ വൈഡനിങ്ങിന് വേറെയും കോടി വേണ്ടി വരും. അപ്പോൾ ഇത്രയും ഒരു കിലോമീറ്റർ ദൂരമുള്ള റോഡിൻ്റെ വികസനത്തിന് വേണ്ടി ഇത്രയധികം തുക ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ അനുമതി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ സറണ്ടർ എന്ന ആശയത്തിലേക്ക് വന്നത്. ഇപ്പോൾ ഏകദേശം നിശ്ചിത ദൂരത്തിനുള്ളിൽ 30ഓളം സെന്റ് സ്ഥലം ഇരുവശത്തുമുള്ള ഭൂവുടമകൾ സൗജന്യമായി വിട്ടു നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സ്ഥലം വിട്ടു നൽകുന്നവർക്ക് കെട്ടിട നിർമ്മാണത്തിന് ചട്ടങ്ങളിൽ ഇളവ് നൽകും. 2ാം ഘട്ടമായി സ്വരാജ് റൗണ്ട് വരെയുള്ള 600 മീറ്ററോളം ദൂരം വികസിപ്പിക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ഉപദേവതാ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന തൂക്കുവിളക്കുകളും പാത്രങ്ങളും നിവേദ്യത്തിന് ഉപയോഗിക്കുന്ന ഓട്ടുരുളികളും ഉൾപ്പെടെ ഏകദേശം 2 ലക്ഷം രൂപയിൽ കൂടുതൽ വില വരുന്ന സാധനങ്ങളാണ് മോഷ്ടിച്ചത്. പ്രധാന ശ്രീകോവിൽ കുത്തിത്തുറക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. രാവിലെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയും ജീവനക്കാരുമാണ് മോഷണ വിവരം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നമ്മളിന്ന് രാവിലെ പുലർച്ചെ ഒരു 4:30-5 മണിയോടുകൂടി ക്ഷേത്രത്തിൽ സാധാരണ ക്ഷേത്രം തുറക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് ക്ഷേത്രത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊന്നും കാണാതായത്. അപ്പം പരിശോധിച്ച സമയത്ത് എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും, നമ്മുടെ ഇവിടുത്തെ ഉപദേവ ക്ഷേത്രങ്ങൾ എല്ലാത്തിൽ നിന്നും വിളക്കുകളും അതുപോലെ നിവേദ്യത്തിന് ഉപയോഗിക്കുന്ന ഓട്ടുരുളികൾ, ഓട്ടുപാത്രങ്ങൾ, അങ്ങനെ ഏകദേശം 2 ലക്ഷത്തിൽ പരം സാധനങ്ങൾ നമ്മളിന്ന് കളവ് പോയിട്ടുണ്ട്. വിളക്കുകളാണ് കൂടുതലും പോയിക്കൊണ്ട് തൂക്കുവിളക്കുകൾ, ഭഗവാന്റെ ശ്രീകോവിലിന് ചുറ്റിട്ടായിരുന്ന വലിയ വലിയ തൂക്കുവിളകളെല്ലാം തന്നെ കളവ് പോയിട്ടുണ്ട്. അതേപോലെ പാത്രങ്ങൾ, നിത്യേന ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി വൈകുന്നേരം നമ്മൾ കമത്തി വയ്ക്കാനുള്ള പതിവ്.
ആ പാത്രങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് നമുക്ക് കളവ് പോയിട്ടുണ്ട്. ഇന്ന് വെളുപ്പിന് 5 മണിയോടെ നമ്മളിത് അറിയാൻ സാധിക്കും. പാലപ്പള്ളി ജനവാസ മേഖലയിൽ ഭീതി പരത്തി കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി. മുൻപ് കാട്ടാന ആക്രമണത്തിൽ 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഭാഗത്താണ് കൊമ്പൻ ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുണ്ടായി ചക്കിപ്പറമ്പ് പ്രദേശത്തെ വീടുകൾക്ക് പരിസരത്തിറങ്ങിയ ആനയെ പടക്കം പൊട്ടിച്ചകറ്റിയെങ്കിലും തിരിച്ചു വന്നതായി നാട്ടുകാർ പറയുന്നു. തുടർച്ചയായി 3 ദിവസമാണ് ഏഴാറ്റുമുഖം ഗണപതി ചക്കിപ്പറമ്പ് മലമ്പതി പ്രദേശത്ത് ഭീതി പരത്തിയത്. ചൊവ്വാഴ്ച രാവിലെ എലിക്കോട് ആദിവാസി ഉന്നതിയിലേക്കുള്ള റോഡിൽ ഇതേ ആന ഇറങ്ങിയിരുന്നു. ഇതോടെ തൊഴിലാളികൾക്ക് പണിക്കിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. അതിരപ്പള്ളി മേഖലയിൽ കഴിഞ്ഞിരുന്ന ശാന്ത സ്വഭാവമുള്ള ഏഴാറ്റുമുഖം ഗണപതി കുറച്ചു ദിവസം മുൻപാണ് പാലപ്പള്ളിയിലെത്തിയത്. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അവിടെയുള്ള ആനകളെ കാടുകയറ്റിയിരുന്നു. ഇതേ തുടർന്നാണ് ഏഴാറ്റുമുഖം ഗണപതി ഉൾപ്പെടെയുള്ള നിരവധി ആനകൾ പാലപ്പള്ളിയിലെത്തിയത്. RRT സംഘങ്ങൾ കാടുകയറ്റിയ ഏഴാറ്റുമുഖം ഗണപതി പാലപ്പള്ളിയിലെത്തിയപ്പോൾ ആക്രമണ സ്വഭാവം കാണിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ കാടുകയറ്റാൻ കൂടുതൽ RRT സംഘത്തെ നിയോഗിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അതേസമയം പാലപ്പള്ളിയിൽ ഏഴാറ്റുമുഖം ഗണപതി എത്തിയിട്ടില്ലെന്നാണ് വനപാലകർ പറയുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാമ്പത്തിക തിരിമറി ആരോപണങ്ങൾ ഭരണകക്ഷിയായ LDF-ന് തലവേദനയായി മാറുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ BJPക്ക് എങ്ങനെ ലഭിച്ചു എന്നതാണ് LDF-നെ കുഴയ്ക്കുന്നത്. നഗരസഭയിലെ 1-ാം നമ്പർ CDS-ൽ ജില്ലാ മിഷൻ നടത്തിയ ഓഡിറ്റിംഗിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായി ആരോപിച്ചാണ് പ്രതിപക്ഷമായ BJP രംഗത്ത് വന്നിട്ടുള്ളത്. മുറ്റത്തെ മുല്ല പദ്ധതി, വനിതാ വികസന സംരംഭക വായ്പ, പിന്നോക്ക വികസന കോർപ്പറേഷൻ വായ്പ തുടങ്ങി വിവിധ വായ്പാ പദ്ധതികളിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി BJP ആരോപിക്കുന്നുണ്ട്. കൂടാതെ കുടുംബശ്രീ ഭരണസമിതി എടുത്ത വായ്പകൾ നഗരസഭാ കുടുംബശ്രീയുടെ തനതു ഫണ്ടിൽ നിന്ന് ബാങ്കിൽ അടച്ചു തീർത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്നും BJP ആരോപിക്കുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഭരണപക്ഷ പാളയത്തിൽ നിന്നാണ് ചോർന്നതെന്നാണ് BJP നേതൃത്വം നൽകുന്ന സൂചന. നഗരസഭാ ഭരണസമിതിക്കുള്ളിലോ കുടുംബശ്രീയിലോ ഉള്ള പടലപ്പിണക്കങ്ങളാണ് ഇത്തരമൊരു പ്രശ്നത്തിനിടയാക്കിയതെന്ന സംശയം ഉടലെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് BJP നേതൃത്വം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണസമിതി പുതിയൊരു രാഷ്ട്രീയ യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുറപ്പാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. CPM കൂളിമുട്ടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. EK ബിജു അധ്യക്ഷനായി. VS രവീന്ദ്രൻ, PM ആൽഫ, MA ബിനേഷ്, ഭഗത് സിംഗ്, RM ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. VS അച്യുതാനന്ദൻ ദിനാചരണത്തിന്റെ ഭാഗമായി ഓട്ടുപാറയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA പതാക ഉയർത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം NK പ്രമോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം MJ ബിനോയ്, നഗരസഭാ കൗൺസിലർമാരായ S രാമചന്ദ്രൻ, ലൈല നസീർ, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PN അനിൽകുമാർ, AD അജി, KM മുഹമ്മദ് അലി, ലിസി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. CPM എരുമപ്പെട്ടി മുരിങ്ങാത്തേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BS ദിനം ആചരിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് പതാക ഉയർത്തി. MC വേലായുധൻ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ OS മനോജ്, സ്വപ്ന പ്രദീപ്, NP അജയൻ, KM സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1-ാം ചരമ വാർഷികം ചേറ്റുവ ഫിഷ് ലാൻഡിംഗ് സെന്റർ തൊഴിലാളി യൂണിയൻ CITU-ന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ഹാർബർ പരിസരത്ത് നടന്ന പ്രകടനവും പൊതുയോഗവും യൂണിയൻ പ്രസിഡന്റ് KH സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി PP സന്തോഷ് അധ്യക്ഷത വഹിച്ചു. KS തിലകൻ, KM പ്രമോദ്, NR ഗിരീഷ് എന്നിവർ സംസാരിച്ചു. താജ് ജ്വല്ലറിയിൽ നിന്ന് 85,000 രൂപ വില മതിക്കുന്ന സ്വർണ്ണ മോതിരം മോഷ്ടിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന വ്യക്തിക്കെതിരെയാണ് ചെറുതുരുത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജ്വല്ലറി ഉടമ വടക്കാഞ്ചേരി നടുത്തറ സ്വദേശിയായ സേവ്യർ നൽകിയ പരാതിയിലാണ് നടപടി. ഇന്നലെ ഉച്ചയ്ക്ക് ജ്വല്ലറിയിലെത്തിയ അജ്ഞാതൻ 6 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ മോതിരം കവരുകയായിരുന്നു. കാലവർഷത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കേണ്ട ജൂലൈ മാസത്തിൽ പെയ്യേണ്ട മഴയുടെ അളവിൽ വലിയ കുറവ്. ശരാശരി പരിശോധിച്ചാൽ 34% മഴ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 12 ജില്ലകളിലും ലഭിക്കേണ്ട മഴയുടെ അളവ് ശരാശരിയേക്കാൾ കുറവാണ്. കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് മഴ സാധാരണ നിലയിലുള്ളത്. ഇടവേളകളോടെ ഒറ്റപ്പെട്ട മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വിഭാഗം പറയുന്നത്.
കഴിഞ്ഞ ദിവസങ്ങളിൽ മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ഭേദപ്പെട്ട മഴ ലഭിച്ചെങ്കിലും ആകെ മഴയുടെ അളവ് കുറവാണ്. വരും ദിവസങ്ങളിൽ മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. എൽനിനോയുടെ സ്വാധീനം മൂലമുള്ള മഴക്കുറവ് പല വിധത്തിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദനത്തെയും കൃഷിയെയും വലിയ രീതിയിൽ ബാധിച്ചു കഴിഞ്ഞു. ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഉൽപ്പാദനം കുറച്ചിരിക്കുകയാണ്. പ്രതിഷേധം ശക്തമാകുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. കാർഷിക മേഖലയുടെ പ്രതീക്ഷകളും വാടിക്കരിയുന്നു. നെല്ല്, തെങ്ങ്, വാഴ, കാപ്പി, കുരുമുളക് എന്നിവയെല്ലാം മഴക്കുറവ് ബാധിച്ചു. വിളകളുടെ പൂക്കളും കായ്കളും കൊഴിയുകയാണ്. രോഗബാധയും കീടശല്യവും വർദ്ധിച്ചതായും കർഷകർ പറയുന്നു. തമിഴ്നാട്ടിലെ കർഷകരും നിരാശയിലാണ്. കാലാവസ്ഥ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുമ്പോൾ ഓണവിപണിയിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്ന കർഷകരുടെ മനസ്സിൽ ആശങ്ക കനക്കുന്നു. ന്യൂസ് ഡെസ്ക് TCV. ഒരിടവേള. French Dairy Pistachio Kunafa Bar. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. നിരക്ക് പരിഷ്കരണം നടപ്പിലാക്കുക, ബൈക്ക് ടാക്സി സർവീസുകൾ നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ ഓൺലൈൻ ടാക്സി, കാർ ഡ്രൈവർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. പണിമുടക്കിന്റെ ഭാഗമായി ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ടാക്സികൾ ഓഫ്ലൈനായി. മുൻപ് പ്രതിഷേധിച്ചപ്പോൾ പരിഹാരം എന്ന നിലയിൽ വർദ്ധിപ്പിച്ച തുക കമ്പനികൾ പിൻവലിച്ചതോടെയാണ് വീണ്ടും സമരം ആരംഭിച്ചത്. രേഖാമൂലം ഉറപ്പു വേണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. കാറുകൾ കൂട്ടത്തോടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഓഫ്ലൈൻ ആയതോടെ ഓൺലൈൻ ക്യാബുകളെ ആശ്രയിക്കുന്ന നിരവധി പേർ പ്രതിസന്ധിയിലായി. കോർപ്പറേറ്റ് ഓൺലൈൻ ടാക്സി ആപ്പുകൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിൽ ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ പ്രതിഷേധ യോഗം നടത്തി. ഷിബിൻ റോയ്, TM ഹുസൈൻ, VS ഷനീഷ്, KA അസ്ലം, MA അജേഷ്, KS വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ അമല ആശുപത്രി സൂപ്പർ മാർക്കറ്റിന് സമീപം നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ച കേസിൽ 4-അംഗ സംഘം പിടിയിലായി. കുറ്റിപ്പുറം സ്വദേശികളായ കുന്നത്തുവളപ്പിൽ നിതിൻ ദാസ്, ചോലക്കൽ വീട്ടിൽ വിഷ്ണു, കറുപ്പം വീട്ടിൽ റിജിൻ ദാസ്, മുഹമ്മദ് സമീർ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ 15-നാണ് മോഷണം നടന്നത്. പേരാമംഗലം SHO മഹേന്ദ്ര സിംഹൻ, SIമാരായ സജീവ്, അജ്മൽ, ഷാഹിദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളുടെ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും വിലയിരുത്തുന്നതിനായി ഗതാഗത മന്ത്രി CP ജോണിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ MVD ഓഫീസുകൾക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെയും സാങ്കേതിക സൗകര്യങ്ങളുടെയും വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ, RTO എന്നിവർ അംഗങ്ങളായ സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ജില്ലയിൽ വകുപ്പിന്റെ ഓഫീസ് സമുച്ചയം, യാർഡ്, ട്രെയിനിംഗ് സെന്റർ എന്നിവ നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി പ്രാഥമിക നടപടികൾ ആരംഭിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാന ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖറാണ് ബോർഡിന്റെ പുതിയ ഉപാധ്യക്ഷൻ. മുഖ്യമന്ത്രി VD സതീശൻ അധ്യക്ഷനായി പുതിയ ഭരണസമിതി രൂപീകരിച്ച് സർക്കാർ ഔദ്യോഗികമായി ഉത്തരവിറക്കി. വിവിധ വകുപ്പ് മന്ത്രിമാരെ ബോർഡിലെ മറ്റംഗങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, CP ജോൺ എന്നിവരാണ് ബോർഡിലെ അംഗങ്ങളായ മന്ത്രിമാർ. മനക്കൊടിയിൽ തെരുവുനായ ആക്രമണത്തിൽ വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. മനക്കൊടി സ്റ്റുഡൻസ് റോഡിൽ താമസിക്കുന്ന കിഴക്കൂട്ട് പ്രകാശിന്റെ മകൾ ആവണിക്കാണ് കൈക്കും കാലിനും കടിയേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് വീടിന്റെ മുൻവശത്തിരിക്കുമ്പോഴായിരുന്നു ആക്രമണം. ആവണിയുടെ കരച്ചിൽ കേട്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും തെരുവുനായ രക്ഷപ്പെട്ടു. ആവണിയെ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. അടുത്ത വീട്ടിലെ വളർത്തുനായയെയും തെരുവുനായ കടിച്ചുകൊന്നു. തെരുവുനായ്ക്കൾ പാഞ്ഞെടുത്തു. തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറി 8-ാം ക്ലാസ്സുകാരൻ. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് സ്വദേശി ക്രിസ്ത്യനാണ് തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറി അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കുട്ടി കളിക്കാനായി പുറത്തിറങ്ങിയപ്പോഴാണ് തെരുവുനായ്ക്കൾ ഓടിച്ചത്. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു.
ചുമട് ഇറക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തൊഴിലാളി മരിച്ചു. പൈൻകുളം സ്കൂളിന് സമീപം താമസിക്കുന്ന മഠത്തിൽ തൊടി വീട്ടിൽ 58 വയസ്സുള്ള കുമാരനാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് സിമന്റ് ഇറക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കാർ വാടകയ്ക്കെടുത്ത് മറച്ചുവിറ്റ പ്രതിയെ പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. അയ്യന്തോൾ പഞ്ചിക്കൽ സ്വദേശി മഹേഷാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാർച്ചിലാണ് പ്രതി വാടകയ്ക്ക് കാർ കൊണ്ടുപോയത്. SI അശോകൻ, ASI ജ്യോതിഷ്, സീനിയർ CPO രഞ്ജിത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൽ, കിരൺലാൽ, അരുൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം താലൂക്ക് ആശുപത്രി ചുറ്റുമതിൽ തകർച്ചാ ഭീഷണിയിൽ. മതിലിന്റെ പല ഭാഗങ്ങളും തകർന്ന് കല്ലുകൾ താഴെ വീണ് കിടക്കുകയാണ്. മതിലിനോട് ചേർന്ന് ആംബുലൻസ് പാർക്കിങ്ങും ഓട്ടോറിക്ഷ പാർക്കിങ്ങും പ്രവർത്തിക്കുന്നുണ്ട്. ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള അധികൃതരോട് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡിൽ മുറ്റിച്ചൂർ റോഡിന് സമീപം നാളുകളായി വെള്ളം കെട്ടിനിന്നതിനാൽ ടാർ റോഡ് തകർന്നു. ഇരുചക്ര വാഹനങ്ങളിൽ വരുന്നവർ റോഡിലെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴികളിൽ വീണ് അപകടങ്ങളും പതിവായി. പരാതിയെ തുടർന്ന് മെറ്റലിട്ട് കുഴി അടച്ചുവെങ്കിലും ഫലം കണ്ടില്ല. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കുഴികളിൽ നിന്നുള്ള കല്ലുകൾ ദൂരേക്ക് തെറിച്ച് കാൽനട യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും സ്ഥിരം സംഭവമായിട്ടുണ്ട്. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന പൂമംഗലം മാരാത്ത് നഗർ ഉന്നതി തോമസ് ഉണ്ണിയാടൻ MLA സന്ദർശിച്ചു. വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉന്നതിയിലെ താമസക്കാരുമായി അദ്ദേഹം ചർച്ച നടത്തി. പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി, വാർഡംഗം അശ്വതി സിനേഷ്, പട്ടികജാതി വികസന ഓഫീസർ CD നിക്സി തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ഇനി കർക്കിടക സുകൃതം. ആരോഗ്യ സംരക്ഷണത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന കാലഘട്ടമാണ് കർക്കിടക മാസം. മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദം നിരവധി കർക്കിടക മരുന്നുകൾ നിർദ്ദേശിക്കുന്നു. മഴക്കാലത്ത് ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയുകയും വിവിധ രോഗങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആയുർവേദം കർക്കിടക ഔഷധച്ചിട്ടകൾ നിർദ്ദേശിക്കുന്നത്. കർക്കിടക കഞ്ഞിയാണ് ഇതിൽ പ്രധാനം. നടുവേദനയ്ക്കും നീർക്കെട്ടിനും ഉപയോഗിക്കുന്ന മരുന്നുകളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മറ്റു ചില പ്രത്യേക മരുന്നുകഞ്ഞികൾ, മരുന്നു പ്രയോഗങ്ങൾ, മരുന്നുണ്ട, തേച്ചുകുളി എന്നിവയെല്ലാം ചിട്ടകളിൽ പെടുന്നു. തണുപ്പ് കാരണമുണ്ടാകുന്ന സന്ധിവാതം, നടുവേദന, ശരീരവേദന എന്നിവ മാറാൻ പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. കർക്കിടക മാസത്തിൽ ലഘുവായതും എളുപ്പം ദഹിക്കുന്നതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ആരോഗ്യവും ഊർജ്ജസ്വലതയും നേടാൻ സാധിക്കുന്നു. പണ്ടത്തെ തലമുറ കർക്കിടക മാസ രോഗങ്ങളെ തടുത്തു നിർത്തിയിരുന്നത് ഇത്തരം പ്രത്യേക ഔഷധ പ്രയോഗങ്ങളിലൂടെയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. ഭരതൻ സ്മൃതിവേദിയുടെ ഈ വർഷത്തെ കല്യാൺ ഭരത് മുദ്ര പുരസ്കാരത്തിന് സംവിധായകൻ ചിദംബരം അർഹനായി. KPSC ലളിതയുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് നടി ഫർസാന പാലത്തിങ്കലും ഗായകൻ P ജയചന്ദ്രന്റെ പേരിലുള്ള പുരസ്കാരത്തിന് സംഗീത സംവിധായകൻ ഔസേപ്പച്ചനും അർഹരായി. ഈ മാസം 30 വൈകിട്ട് 5 റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ, ഡോക്ടർ കലാമണ്ഡലം ഗോപി, TS കല്യാണരാമൻ എന്നിവർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. തുടർന്ന് S ജാനകിയുടെ സ്മരണാഞ്ജലിയായി ഗാനസന്ധിയും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MP സുരേന്ദ്രൻ, C വേണുഗോപാൽ, അനിൽ C മേനോൻ, ആനന്ദ് TR, രഞ്ജു തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ ബോട്ടിക് ഓണേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള തൃശൂർ ചാപ്റ്ററിന്റെ ബോട്ടിക് ഫെസ്റ്റ് എക്സിബിഷൻ ഞായറാഴ്ച നടക്കും. തൃശൂർ ജോയ്സ് പാലസിൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടക്കുന്ന എക്സിബിഷനിൽ പ്രവേശനം സൗജന്യമാണ്. ക്ലോത്തിംഗ്, ബ്രൈഡൽ ആൻഡ് ബോട്ടിക് ഉൽപ്പന്നങ്ങൾ, ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, ഇൻഡോർ പ്ലാന്റ്സ്, സപ്ലിമെന്റുകൾ, ആയുർവേദിക് ഉൽപ്പന്നങ്ങൾ, ഫുഡ് കോർട്ട് എന്നിവയുടെ 50-ലധികം സ്റ്റാളുകൾ ഉണ്ടാകും. സന്ദർശകർക്കായി നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങളും നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംഘടനാ പ്രസിഡന്റ് ആൻ എലീസ ജോർജ്, സെക്രട്ടറി അജു K തോമസ്, ട്രഷറർ മിജി അനിൽ, ചീഫ് കോർഡിനേറ്റർ മേജോ മറോക്കി, കോർഡിനേറ്റർ ഹണി സച്ചിൻ എന്നിവർ പങ്കെടുത്തു. ദേശാഭിമാനി ചീഫ് ഫോട്ടോഗ്രാഫർ KS പ്രവീൺ കുമാറിന്റെ സ്മരണാർത്ഥം
തൃശൂർ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ അവാർഡിന് മാതൃഭൂമി സീനിയർ ഫോട്ടോഗ്രാഫർ റിദിൻ ദാമു അർഹനായി. ഭക്ഷണ ചങ്ങല എന്ന ചിത്രമാണ് പുരസ്കാരത്തിന് അർഹമായത്. 15,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദേശാഭിമാനി ഫോട്ടോഗ്രാഫർ MA ശിവപ്രസാദിന്റെ ചിത്രം ജൂറിയുടെ പ്രത്യേക പരാമർശം നേടി. ജൂറി അംഗം മൊണാലിസ ജനാർദ്ദനൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു, സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ എന്നിവരാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കിയ 10 വയസ്സുകാരൻ വിഷ്ണു പ്രയാഗിനെ പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി അനുമോദിച്ചു. പ്രസിഡന്റ് ആന്റോ തൊറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി സെക്രട്ടറി രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം മഠാധിപതി ഉണ്ണി ദാമോദരൻ, ട്രസ്റ്റ് രക്ഷാധികാരി MB സജീവൻ, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 മാസക്കാലം നീണ്ടുനിൽക്കുന്ന ഉണർവ് സംഘടനാ ക്യാമ്പയിന് തുടക്കമായി. കയ്പമംഗലം 7ാം വാർഡ് കൺവെൻഷൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് PT മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി KK അഫ്സൽ, പഞ്ചായത്ത് പ്രസിഡന്റ് TK സെയ്ദ് മുഹമ്മദ്, സെക്രട്ടറി MA സക്കീർ, വാർഡ് നിരീക്ഷകൻ മുജീബ് കാളമുറി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. പാവപ്പെട്ട ഒരു മനുഷ്യന് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് ദേവാലയം നിർമ്മിക്കുന്നതിന് തുല്യമാണെന്ന് പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക ബാവ പറഞ്ഞു. ഓർത്തഡോക്സ് കുന്നംകുളം ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച 8 വീടുകളുടെ താക്കോൽ ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വീടുകളുടെ താക്കോൽ വിതരണം മന്ത്രി CP ജോൺ നിർവഹിച്ചു. ഡോക്ടർ ബി വർഗീസ് അധ്യക്ഷത വഹിച്ചു. സാന്ത്വന സ്പർശം അവാർഡ് കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറുമലിന് സമ്മാനിച്ചു. AC മൊയ്തീൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് തുഷാര സുധീഷ്, ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. മൂർക്കിനിക്കര കൂറ്റനാൽ ശ്രീ ഭദ്രകാളി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം ആരംഭിച്ചു. പുരളിപ്പുറം നീലകണ്ഠൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. യജ്ഞം ഞായറാഴ്ച സമാപിക്കും. എല്ലാം കാലത്തിന്റെ വികൃതികളാണ്. ആ കാലത്തിന് അധീനമല്ലാതെ ആരും ഉണ്ടാവില്ല. അതിൽ പോയി എന്താ ഈ വിമാനം വരിക? ലോകകപ്പിന്റെ സ്മരണാർത്ഥം പുറത്തിറക്കുന്ന നാണയങ്ങൾ ശേഖരിക്കുന്നതിൽ ആവേശഭരിതനാണ് തളിക്കുളം സ്വദേശി ജിൻസ്. 1978 അർജന്റീന ലോകകപ്പ് മുതൽ ഖത്തർ ലോകകപ്പ് വരെയുള്ള നാണയങ്ങൾ ഫുട്ബോൾ പ്രേമിയായ ജിൻസിന്റെ ശേഖരത്തിലുണ്ട്. 1991 മുതലാണ് ജിൻസ് നാണയശേഖരത്തിലേക്ക് തിരിയുന്നത്. അടുത്ത ബന്ധുവിന്റെ നാണയശേഖരത്തിൽ ആകൃഷ്ടനായാണ് ഈ മേഖലയിലെ തുടക്കം. തൃശൂർ ഫിലാറ്റലിക് ക്ലബ്ബിൽ അംഗത്വമെടുക്കുകയും ചെയ്തു. ക്ലബ് അംഗങ്ങൾ വിൽക്കാൻ കൊണ്ടുവരുന്ന നാണയങ്ങൾ വാങ്ങി ശേഖരിച്ചാണ് തുടക്കമിട്ടത്. 5000-ൽ പരം നാണയങ്ങൾ 35 വർഷം കൊണ്ട് ശേഖരിക്കാൻ കഴിഞ്ഞതായി ജിൻസ് പറഞ്ഞു. 91 മുതലാണ് കളക്ഷൻ തുടങ്ങുന്നത്. ആദ്യം പല രാജ്യങ്ങളുടെ നാണയങ്ങൾ കളക്ട് തുടങ്ങി. അതിനുശേഷം ഇന്ത്യയുടെ പഴയ നാണയങ്ങൾ, ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളത്, അതുപോലെ നമ്മുടെ പോർച്ചുഗീസ് ഇന്ത്യ, ഫ്രഞ്ച് ഇന്ത്യ, ഡച്ച് ഇന്ത്യ, അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് കോയിൻസുകളായ കൊച്ചി, തിരുവിതാംകൂർ, അതുപോലെയുള്ള മറ്റ് ബ്രിട്ടീഷുകാരുടെ കാലത്തെ നാട്ടുരാജ്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് നാണയങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് കളക്ട് തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവിടെ തൃശ്ശൂർ ഫിലാറ്റലിക് ക്ലബ്ബിൽ മെമ്പർഷിപ്പ് 91 എടുത്തതിന് ശേഷമാണ് കളക്ഷൻ ഇങ്ങനെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്. കേരളത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ എക്സിബിഷൻ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ നാണയങ്ങളിൽ 1978 അർജന്റീന, 82 സ്പെയിൻ, 90 ഇറ്റലി, 2006 ജർമ്മനി, 2018 റഷ്യ, 2022 ഖത്തർ വരെയുള്ള നാണയങ്ങൾ ശേഖരത്തിലുണ്ട്. പ്രകൃതി സ്നേഹി കൂടിയായ ജിൻസ് തന്റെ 2.5 ഏക്കർ ഭൂമിയിൽ സ്വാഭാവിക വനവൽക്കരണത്തിലും സംരക്ഷണത്തിലും അതീവ ശ്രദ്ധാലുവാണ്. TCV ന്യൂസ്, തൃപ്രയാർ. മുറ്റിച്ചൂർ ALP സ്കൂളിൽ ചാന്ദ്രദിനം ആചരിച്ചു. വീഡിയോ പ്രദർശനം, പതിപ്പ് പ്രകാശനം, ചാന്ദ്രയാൻ മോഡൽ നിർമ്മാണം, ചാന്ദ്രദിന ക്വിസ് എന്നിവ സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സർജു ജിബിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ ബൈജു ജോർജ് അധ്യക്ഷത വഹിച്ചു. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള കളിയടക്കപ്പം നേർച്ചയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ റാഫേൽ ആക്കമറ്റത്തിൽ അറിയിച്ചു. ഈ മാസം 24, 25 തീയതികളിലാണ് തിരുനാൾ.
ശനിയാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികനാകും. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സൗജന്യ സിവിൽ സർവീസ് പരിശീലന ക്ലാസിന് തുടക്കമായി. സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ കൾച്ചറൽ ആൻഡ് സയന്റിഫിക് റിസർച്ച് സംഘടിപ്പിക്കുന്ന 10 വർഷം കാലയളവുള്ള സ്വാധ്യായ സിവിൽ പരിശീലന പദ്ധതിയുടെ പുതിയ ബാച്ചിന് തുടക്കമായി. കായിക യുവജന വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് IAS ഓൺലൈൻ മുഖേന ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ മനോജ് ദത്തൻ, ഡോക്ടർ ഷിബു ബാലകൃഷ്ണൻ, ബി ബൽറാം, MG സജു, VS അഭിരാമി എന്നിവർ സംസാരിച്ചു. 6718 കുട്ടികൾ എഴുതിയ പരീക്ഷയിൽ 132 കുട്ടികളെ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. നിലവിൽ 18 സീറ്റുകൾ ബാക്കിയുള്ളതിനാൽ ഒരു തവണ കൂടെ എൻട്രൻസ് പരീക്ഷ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,220, പവന് 1,05,760. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ KSRTC സ്റ്റാൻഡ് നവീകരണത്തിന് കാലതാമസം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ച് ഗതാഗത മന്ത്രി CP ജോൺ. വടക്കാഞ്ചേരിയിലെ MVD പോലീസ് പോരിന് കാരണം അമിത ആവേശമാണെന്നും പോലീസിന് പിഴ ചുമത്തിയ PV ബിജുവിനെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും മന്ത്രി. തൃശൂർ DO ഓഫീസിലേക്ക് ASF നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് നടത്തിയത് അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടു. തൃശൂർ MG റോഡ് വികസനത്തിനുള്ള സർവേ ആരംഭിച്ചു. ആദ്യഘട്ട വികസനം പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് പാറയിൽ ജംഗ്ഷൻ വരെ. ആദ്യഘട്ടത്തിനായി 2 കോടി രൂപ ചെലവഴിക്കുമെന്ന് മേയർ. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കവർച്ച. 2 ലക്ഷം രൂപയിൽ കൂടുതൽ വില വരുന്ന സാധനങ്ങൾ മോഷ്ടിച്ചു. പ്രധാന ശ്രീകോവിൽ കുത്തി തുറക്കാനും ശ്രമം. പാലപ്പള്ളി ജനവാസ മേഖലയിൽ ഭീതി പരത്തി കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി. ശാന്ത സ്വഭാവമുള്ള ഏഴാറ്റുമുഖം ഗണപതി പാലപ്പള്ളിയിലെത്തിയപ്പോൾ അക്രമ പ്രവണത കാണിക്കുന്നതായി നാട്ടുകാർ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ ഭരണകക്ഷിയായ LDFന് തലവേദനയായി മാറുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ BJPക്ക് ലഭിച്ചതിൽ LDFൽ ആശയക്കുഴപ്പം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.